ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ഓഫ് ടോപ്പിക് ആയിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. അപ്പൊ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു +2 ലെവൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പക്ഷേ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ തന്നെയായിരിക്കും. LDC എഴുതാൻ പോകുന്നവർക്കും LGS എഴുതാൻ പോകുന്നവർക്കും ആയിരിക്കും. കാരണം GK പോർഷൻസിലൊന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല. GK പോർഷൻസ് വേണമെങ്കിൽ അത് തന്നെ ഇവിടെയും എടുത്ത് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഡു മോർ ആൻഡ് മോർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ്ഫുൾ ആവുള്ളൂ. പിന്നെ ലെച്ചൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പിൽ നമ്മൾ LDCക്ക് ഒരു റിവിഷൻ ക്ലാസ്, അതുപോലെ തന്നെ LGSന് ഒരു റിവിഷൻ ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ ആപ്പ് യൂസേഴ്സിന്, ആപ്പിൽ കോഴ്സ് എടുത്തവർക്ക് മാത്രമല്ല, ആപ്പ് ആരൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഫീസ് വളരെ ലോ ആയിരിക്കും. LDCക്ക് കൂപ്പൺ കോഡ് നിങ്ങൾക്ക് അത് പബ്ലിക് ആയിട്ട് അവിടെ ഒരു കൂപ്പൺ കോഡ് കാണാൻ പറ്റും ആപ്പിൽ. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അതായത് LDC റിവിഷൻ ആണ് വേണ്ടതെങ്കിൽ LDC റിവിഷൻ ക്ലാസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണും. അവിടെ തന്നെ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് അവൈലബിൾ ആണ്. അപ്പോൾ ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 400 രൂപ മാത്രമേ ഫീസ് ആവുന്നുള്ളൂ. എന്റേതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു റിവിഷൻ ക്ലാസ് അല്ല, ഒരു ക്ലാസ് എങ്ങനെ എടുക്കുന്നോ അതുപോലെ നല്ല ഭംഗിയായിട്ട് റിവൈസ് ചെയ്യുന്ന ഒരു രീതിയാണ്. നിങ്ങൾക്ക് ഇത്രയും ഫ്രീ ക്ലാസ് തന്നെ ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ബാക്കി ഊഹിക്കാലോ എന്തായിരിക്കും എന്നുള്ളത് നമ്മുടെ ക്ലാസ്. LGSനാണെങ്കിലും LGS റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കൂപ്പൺ കോഡ് കിട്ടും, അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താൽ 300 രൂപ ഫീസ് ആവുന്നുള്ളൂ. അത്രയും നമ്മൾ ലോ ഫീസിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. സോ ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്യുക. നാളെയും കൂടി അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കൂപ്പൺ കോഡ് അവൈലബിൾ ആയിരിക്കും. ക്ലാസ് നമ്മൾ തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 1 എന്നാണ് ഞാൻ ആദ്യം ഇൻഫോം ചെയ്തത്. അത് മറ്റൊന്നിനുമല്ല, കുട്ടികൾ കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യുന്നതിനാണ് ഒരു 1 ഡേ ബിഫോർ ഞാൻ എപ്പോഴും പറയുന്നത്. പിന്നെ സൺഡേ ക്ലാസ് ഇല്ല. സോ തിങ്കളാഴ്ചയായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോയിൻ ചെയ്യേണ്ടവർ ഉടനെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഞാൻ പറഞ്ഞു ഒരു +2 ലെവൽ എക്സാമിനേഷൻ ഡേ ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുക. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ, ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ എ പെട്രൽ, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി ഭാരത് ആൻഡ് ഓപ്ഷൻ ഡി മൈത്രി. അല്ലെ, ഭാരതി എന്നായിരുന്നെങ്കിൽ നമ്മൾക്ക് പറയാമായിരുന്നു. ഗംഗയല്ല, ഗംഗോത്രി, ദക്ഷിണ ഗംഗോത്രിയാണ് മറ്റൊന്ന്. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് പെട്രൽ, ഗംഗ, ഭാരത് ഇതൊന്നും എന്തല്ല, ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങളല്ല. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഇതിൽ ഏതാ വരുന്നത്? ഓഫ് കോഴ്സ് മൈത്രിയാണ് കേട്ടോ. അപ്പൊ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു വെച്ചിരിക്കണം. അറിയത്തില്ലാത്തവർ നോട്ട് ചെയ്തോളൂ. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രമാണ് ഏത്? മൈത്രി. അടുത്തത്, കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച്, ലാറ്റിൻ അമേരിക്കൻ, അമേരിക്കൻ, ആഫ്രിക്കൻ. ഈ ഒരു ക്വസ്റ്റ്യൻ SCERT ആണ്. SCERT 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, ഹിസ്റ്ററിയുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള നല്ലൊരു ചോദ്യമാണിത്. പഠിച്ചു വെച്ചിരിക്കണം. കോമൺ സെൻസ് എന്ന ലഘുലേഖ, നിങ്ങൾക്കറിയാം കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ ഫ്രഞ്ച് അല്ല, ലാറ്റിൻ അമേരിക്കൻ അല്ല, പിന്നെന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 10ാം ക്ലാസ്സിലെ പുസ്തകം നോക്കിയാൽ ഇത് കിട്ടും കേട്ടോ. അപ്പം കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം. ഇതും SCERT ക്വസ്റ്റ്യൻ ആണ്. SCERT പുസ്തകത്തിലുള്ളതാണ്. റൗലറ്റ് നിയമം, ഉപ്പ് നിയമം, പ്രാദേശിക പത്ര നിയമം, സ്റ്റാമ്പ് നിയമം. ഉപ്പ് നിയമമോ പ്രാദേശിക പത്ര നിയമമോ സ്റ്റാമ്പ് നിയമത്തിനോ ജാലിയൻ വാലാബാഗ് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നിങ്ങൾക്കറിയാം. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്, അല്ലെ? റൗലറ്റ് നിയമമാണ്. ഇതൊക്കെ SCERT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, ആദ്യത്തേത് SCERT തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4: താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? അഗൈൻ SCERT. സത്ലജ്, ഷ്യോക്ക്, നൂബ്ര, ബിയാസ. സത്ലജ്, ഷ്യോക്ക്, നൂബ്ര, ബിയാസ. അപ്പൊ ഇതിനകത്ത് സത്ലജ് നദി ഉത്ഭവിക്കുന്നത്, ഞാൻ എന്റെ പഴയ ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ് അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കാണണം കേട്ടോ. അതൊക്കെ ക്ലാസ്സുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തന്നെ 100% കോൺഫിഡൻസോട് കൂടി എടുത്ത ക്ലാസ്സും എനിക്ക് ഇപ്പോഴും
ഭയങ്കര കോൺഫിഡൻസ് തരുന്നതായിട്ടുള്ള ക്ലാസ് ആണ്. കാരണം അത്രയും കണ്ടന്റ് റിച്ച് ആയിട്ടാണ് അന്നൊക്കെ നമ്മൾ ക്ലാസ് തന്നത്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പഴയ ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ് എടുത്ത് കാണുക, ജോഗ്രഫി നന്നായിട്ട് പഠിക്കുക. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? സത്ലജ്. സത്ലജിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് രക്ഷാസ്ഥലാണ്. ടിബറ്റിലെ രക്ഷാസ്ഥൽ ലേക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സത്ലജ്. അപ്പൊ അത് സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്നല്ല. ഷ്യോക്കിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ റിമോ ഗ്ലേഷ്യർ ആണ്. നൂബ്ര ഉത്ഭവിക്കുന്നതാണ് എവിടെ? സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നൂബ്രയാണ്. ബിയാസിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ അത് റോഹ്താങ്ല പാസ് ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് നൂബ്ര മാത്രമാണ് എന്ത്? സിയാച്ചിൻ ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. പഠിച്ചു വെച്ചേക്കണേ ഇത്. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പഴയ ക്ലാസ്സുകൾ എടുത്ത് കാണുക. അടുത്തത്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ. എവിടെയാ? ഓഫ് കോഴ്സ് കൽക്കട്ടയിലാണ് അല്ലെ. അപ്പൊ പശ്ചിമ ബംഗാളിലാണ് എന്താ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. മക്കളെ, ഒരു കാര്യം കൂടി, കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും ലെച്ചൂസ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പിലൂടെയുള്ള റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ചുമ്മാതൊരു റിവിഷൻ ക്ലാസ് അല്ല നമ്മൾ തരുന്നത്. നമ്മുടെ റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് കണക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരും പഠിച്ചിട്ടുള്ളവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയ രീതിയിലാണ് ആ ക്ലാസ്. ലെച്ചൂസ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പ് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ LDC റിവിഷൻ ക്ലാസ്, ഇനി അതല്ല LGS പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ LGS റിവിഷൻ ക്ലാസ് എന്നുള്ള കോഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൂപ്പൺ കോഡ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സമയം കളയാതെ ജോയിൻ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഗൗരി പാർവതിഭായ്, ഗൗരി ലക്ഷ്മിഭായ്, മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ. നമുക്കറിയാം തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ്? ഗൗരി പാർവതിഭായ് ആണ്. ഇത് ഒരുപാട് തവണ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ ഇതിപ്പോഴും ഇങ്ങനെ ചോദിക്കാറുമുണ്ട് കേട്ടോ. അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്. നിങ്ങൾക്കറിയാം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ, ആന്ധ്രാപ്രദേശ്. അപ്പം LGSന്റെയും LDCന്റെയും റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ആദ്യ അഡ്വാൻറ്റേജ് ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് കൂപ്പൺ കോഡ് ഉപയോഗിച്ച് തരുന്നത്. LDCക്ക് നിങ്ങൾക്ക് 400 രൂപയ്ക്കാണ് ഫുൾ സെറ്റ് ഓഫ് ഫുൾ നമ്മുടെ എന്താ പറയുക ഫുൾ ഭാഗം ഫുൾ ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ചുമ്മാ ഇരുന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന പറയുമല്ല, ഞാൻ കൂടി ഇരുന്ന് റിവൈസ് ചെയ്യുവാണ്. അപ്പൊ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. LGSകാർക്കാണെങ്കിലും കൂടെ ഇരുന്ന് തന്നെയാണ്. അതായത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലാവും. നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന ഇത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡിൽ എന്താ കൊടുക്കുന്നതെന്ന് ഊഹിച്ചൂടെ? നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ശൃംഖല വിശകലനം, വിദൂര സംവേദനം, ഖനനം, സമുദ്ര പര്യവേഷണം. നിങ്ങൾക്കറിയാം സ്റ്റീരിയോസ്കോപ്പ് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തുമായിട്ടാണ്? വിദൂര സംവേദനമാണ് അല്ലെ, വിദൂര സംവേദനം. നെക്സ്റ്റ്, ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏതാ? കുടക, വയനാട്, ബാബാ ബുദാൻ, നീലഗിരി. മക്കളെ, ഇതെല്ലാം SCRT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഈ വായിച്ച 9 SCRT ആണ്. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യമായി ആരംഭിച്ച സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. കുറെ പേരൊക്കെ ചാടിക്കയറി വയനാട് എഴുതും. വയനാടാണോ? അല്ല. SCRT പുസ്തകത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബാബാ ബുദാൻ ഹില്ലുകളിലാണ് അല്ലെങ്കിൽ ബാബാ ബുദാൻ കുന്നുകളിലാണ് എന്ത് ചെയ്ത ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി കൃഷി ആരംഭിച്ചത് എന്ന് ഓർക്കുക. ഈ ബാബാ ബുദാൻ ഗിരി എവിടെയാണ്? ബാബാ ബുദാൻ ഹിൽസ് എവിടെയാണ്? അത് നമ്മുടെ കർണാടകയിലാണ് അല്ലെ. അപ്പൊ ഈ ബാബാ ബുദാൻ ഹില്ല് ചന്ദ്രദ്രോണ എന്നും അറിയപ്പെടുന്നതാണ് കേട്ടോ. ചന്ദ്രദ്രോണ ബാബാ ബുദാൻ ഹിൽസ് ആണ്. അറിയത്തില്ലാത്തവർ എഴുതിയെടുക്കുക. ബാബാ ബുദാൻ ഹിൽസ് ആണ് ചന്ദ്രദ്രോണ എന്ന് അറിയപ്പെടുന്നത്. അതായത് മൂൺ ഗൈഡ് എന്നൊക്കെ ഇതിനെ വിളിക്കും. ദ്രോണ ആചാര്യനാണ്, അതാണ് ഗൈഡ്, മൂൺ ഗൈഡ്. അതായത് ചന്ദ്രദ്രോണ എന്നറിയപ്പെടുന്ന ഒരു ഹില്ലാണ് ഏത്? ബാബാ ബുദാൻ ഹിരി അല്ലെങ്കിൽ ബാബാ ബുദാൻ ഹിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അറിയപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാല് ഈ ഒരു ഹില്ല് അല്ലെങ്കിൽ ഈ ഒരു പർവ്വത നിര എന്ന് പറയുന്നത് ചന്ദ്രക്കലയുടെ ആകൃതി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിനെ ചന്ദ്രദ്രോണ എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു കുന്നും ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഒരു കുന്നും പർവ്വത നിരയുമായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ കർണാടകയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കർണാടകയിലെ ചിക്കമംഗ്ലൂരു ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്? ബാബാ ബുദാൻ ഹില്ല് സ്ഥിതി ചെയ്യുന്നത്.
ചന്ദ്രദ്രോണ എന്നും ഇത് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഇത് ഒരുപാട് തവണ PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? KM പണിക്കർ, പോറ്റി ശ്രീരാമുലു, BR അംബേദ്കർ, SN ഭട്നഗർ. നിങ്ങൾക്കറിയാം ആരാണ് KM പണിക്കർ. കാരണം നമ്മൾ തന്നെ ഇപ്പൊ ചെയ്തു പോയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. നമ്മൾ ഇവിടെ കണ്ട ഈ 10 ക്വസ്റ്റ്യനും SCERT പുസ്തകമാണ്. ഇപ്പൊ SCERT പുസ്തകത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുസ്തകം വായിക്കുന്നവർക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള SCERT വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. ഞങ്ങളെ ഇനിയിപ്പോൾ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. മിഷൻ LDC എന്ന് പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കും LGS വേരിയസിന്റെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ആപ്പിൽ ജോയിൻ ചെയ്തവർക്കും ഞാൻ ഫ്രീ ആയിട്ടാണ് അന്ന് മെറ്റീരിയൽ കൊടുത്തത്. ഇനിയിപ്പോൾ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഈ പറ്റുമെങ്കിൽ റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അതിൽ അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പര്യവേഷണ കേന്ദ്രം, ഇത് PSC റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ വരും ഏതൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള ഒരു അവസരവും കൂടിയാണ്. അതുകൊണ്ട് 10 ക്വസ്റ്റ്യൻ എടുക്കുന്നത് പോലും നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചു പോകുന്നതിനാണ്. സോ ഡെയിലി നമ്മൾ തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ 10 ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും പഠിക്കുക. അടുത്ത സെഷനിൽ കാണാം. താങ്ക്